കാരണം നമ്മൾ തന്നെയാണ് ഇറങ്ങുകയാണ്, നമ്മൾ വഴിക്കങ്ങോട്ട് ഇറങ്ങുകയാണ്, നമ്മുടെ വഴിക്കങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് കൂലിക്ക് എടുത്തൊന്നും ശീലമില്ല. എന്ത് പറഞ്ഞു സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു പരാതിക്കാരിക്ക് എന്ത് നീതിയാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. തീർച്ചയായിട്ടും അത് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുക്കാൻ നേരം നമുക്കുണ്ടായ അനുഭവം. അതിനെ തുടർന്ന് SP പരാതി കൊടുക്കുന്നു, DYSP വിളിപ്പിക്കുന്നു, മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുന്നു. എന്നിരുന്നാലും ഒന്നും കുലുക്കൊന്നും വരത്തില്ല. അതൊരു സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുള്ളൊരു അതിക്രമം തന്നെ ആയിരുന്നു, തീർച്ചയായിട്ടും ആയിരുന്നു. പക്ഷെ അതിനൊന്നും ആ ഒരു പ്രോപ്പർ ടൈമിൽ, അതിനുശേഷം ഞങ്ങൾ പിന്നെ സംസാരിച്ചത് ഓക്കെ ആക്കി. പക്ഷെ ആ ഒരു പ്രോപ്പർ ടൈമിൽ ആരും സില്ലി സാധനമായിട്ട് വിട്ടിട്ടുള്ളൊരു കാര്യമാണ്. അത് തന്നെയാണ് ഈ അൻസിബയുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും അൻസിബ തൊട്ടതെല്ലാം പൊന്നായി എന്ന് പറയുന്നത് പോലെ തന്നെ അടുത്ത കേസും ടിങ് ടോം ചേട്ടൻ്റെ പേരിൽ വന്നേക്കുക. ഇത് എന്തുവാടാ ഇത്? അമ്മ അങ്ങോട്ട് പിഴിച്ച് വിട്ടതോടുകൂടി തന്നെ ഇവരുടെ എല്ലാം ബലഹീനത എന്തുവാണെന്ന് മനസ്സിലായി എല്ലാവർക്കും. ഈ കേസ് എടുക്കേണ്ട ഒരു സാധനത്തെ മാക്സിമം ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോൾഡ് കാരണം വെച്ച് ഹോൾഡ് ചെയ്യിപ്പിച്ച്, മാക്സിമം പറ്റുന്നത്ര ഹോൾഡ് ചെയ്യിപ്പിച്ച്. പക്ഷേ സംഭവം കോടതിയിലേക്ക് പോയി കഴിഞ്ഞ് ഇതൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കോടതിയിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. അത് മാക്സിമം നോക്കി നടന്നില്ല. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അത് നോക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്നത് അൻസിബ, ഇതേപോലൊരു സിനി സീരിയൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി. ആ വ്യക്തിയെ ഒരു ഫേസ് ഫെമിലിയാരിറ്റി ഉള്ളൊരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ ആ വ്യക്തിയുടെ കേസ്, അതായത് 4 പേര് അറിയുന്നൊരു കേസ്, സോഷ്യൽ മീഡിയയിലും സാറ്റലൈറ്റ് മീഡിയയിലും ഉൾപ്പെടെ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേസ്, ഇങ്ങനെ ഒരു കേസ് പരാതി കൊടുത്തിട്ട് അതിന് പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ ഈ ന്യൂസ് കാണേണ്ടി വരുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാർ ഒരു പരാതിയായിട്ട് ഇതുപോലൊരു മാറ്ററുമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള, അവർക്ക് പറ്റിയിട്ടുള്ള ബുദ്ധിമുട്ട് പോലൊരു കാര്യമായിട്ട് ഒരു പെണ്ണ് വരുന്നത് സ്റ്റേഷനിൽ പോകുന്നു. അപ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന നീതി ഏത് തരത്തിലാണെന്ന് നമുക്ക് ഈ ഒരു കേസോടുകൂടി തന്നെ മനസ്സിലാവുമല്ലോ. എന്തായാലും അൻസിബ തൊട്ടത് വിളയിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത കേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിക്കാം. ആദ്യം അൻസിബയുടെ പരാതി എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. വാർത്തകൾ പരിശോധിക്കാൻ വിശദമായി. ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കണമെന്ന കോടതി. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത്. കടവന്ത്ര പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. കേസിൽ പോലീസ് രാഷ്ട്രീയം കാണിക്കുന്നുവെന്ന് അൻസിബയുടെ അഭിഭാഷകൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പോലീസ് സത്യത്തിൽ 3 കേസാണ് ഇപ്പൊ നിലവിൽ കൊടുത്തിരിക്കുന്നത്. ഈ 3 കേസിലും പോലീസ് മറ്റെന്തോ രാഷ്ട്രീയം കാണിക്കുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇന്നിപ്പോ അത് കാണിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവരുടെ തന്നെ ഒരു SHOയ്ക്ക് എതിരെയും കൂടെ പരാതി ഉണ്ടല്ലോ. അപ്പൊ കൂട്ടത്തിൽ ഒരെണ്ണം തൊടുമ്പോഴത്തേക്കിന് കാക്കയെ തൊടുമ്പോൾ കാക്കക്കൂട്ട ഇളകത്തില്ലേ, ആ ഒരു പരിപാടി മേ ബി അൻസിബയുടെ അടുത്ത് ഇറക്കിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. കോടതി പറഞ്ഞിരിക്കുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ പോലീസ് മേധാവിയും അതേമാതിരി കടവന്ത്ര SHOയും അവർ സ്വയം തീരുമാനിക്കണം അവരാ സീറ്റിലിരിക്കാൻ യോഗ്യരാണോ അല്ലയോ എന്നുള്ളത്. കാരണം നിരവധി തവണ നമ്മൾ പരാതി കൊടുത്തു, അവിടെ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അവരൊന്നും അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഈ പരാതിക്കാരനെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് കഴമ്പില്ല എന്നൊക്കെ പറയുന്നത്. പല രീതിയിലുള്ള തെളിവുകളും കൊടുത്തിട്ടാണ് നമ്മൾ പരാതി കൊടുത്തത്. വെറുതെ പരാതി കൊടുക്കില്ലല്ലോ, കോടതി വെറുതെ ഒരു ഉത്തരവിടില്ല. പല രീതിയിലും തെളിവുകൾ കൊടുത്തിട്ടാണ് നമ്മൾ പരാതി, ഈ പറയുന്ന SHOയ്ക്ക് ആണെങ്കിലും ഈവൻ ചീഫ് മിനിസ്റ്റർക്കാണെങ്കിലും പരാതി കൊടുത്തു. ഇതിലൊന്നും അവർ അർഹിക്കുന്ന ഒരു മാന്യതയും ആ പരാതിക്കാരിക്ക് കൊടുത്തിട്ടില്ല. ഇത്രയും മീഡിയ പബ്ലിസിറ്റി കിട്ടിയിട്ട് അല്ലെങ്കിൽ മീഡിയയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു കേസിൽ ഈ നിലയ്ക്കാണ് പോലീസ് പ്രവർത്തിക്കുന്നതെങ്കിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു പരാതിക്കാരിക്ക് എന്ത് നീതിയാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും അറസ്റ്റ് ചെയ്ത് കൊണ്ടിടുന്ന പരിപാടിയൊന്നും ഇതിനകത്ത് നടക്കത്തില്ല. അങ്ങനെയൊന്നുമില്ല. ആൾ തന്നെ ആളെ മുൻകൂർ ജാമ്യം എടുക്കും, അല്ലെങ്കിൽ ഒന്ന് വിളിക്കും, പോവും. അത് ആ രീതിയിൽ അങ്ങ് പോകത്തില്ല. പക്ഷെ കേസ് എടുത്തത് തന്നെ വലിയൊരു കാര്യമാണ്. ഒരു കേസാകുമെന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമില്ല. ഒരാളുടെ പേരൊരു FIR വീഴുക, ആ FIR മാറാനായിട്ട് ഇനി എത്ര നാളെടുക്കുമെന്നറിയും. അപ്പോൾ പരാതിയിൽ കാര്യമുണ്ടെന്ന് കോടതിക്ക് മനസ്സിലായല്ലോ, നീതിന്യായ വ്യവസ്ഥയ്ക്ക് കാര്യമുണ്ടെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ നീതിപരമായിട്ടൊരു സംഭവം കിട്ടിയത്. എന്നാൽ ഇതിനെ തുടർന്ന് ഇതേ കാര്യങ്ങൾ ടിൻട ചേട്ടനോട് ചോദിക്കുന്നുണ്ട്. ടിൻട ചേട്ടൻ അപ്പോഴത്തേക്കിന് ഇതിന് മറുപടി എന്ത് പറയണമെന്നറിയത്തില്ല. പുള്ളിക്കാരൻ്റെ അടുത്ത് നിങ്ങൾ ഈ മീഡിയക്കാർ പെട്ടെന്ന് ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കല്ലേ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ സ്റ്റേജിലൊക്കെ ഒരുപാട് സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പല രീതിയിൽ മോഹൻലാലിനെ സുരേഷ് ഗോപിയെ എല്ലാം ഒറ്റ ശരീരത്തിലൂടെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരേ ആക്ഷനിലൂടെ, ഒരേ സൗണ്ടിലൂടെ, ഒരേ ഭാവവ്യത്യാസത്തിലൂടെ, ഒരേ ബോഡി ലാംഗ്വേജിലൂടെ എല്ലാ ക്യാരക്ടറുകളെ ഒരുമിച്ച് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്ര സാങ്കേതിക മികവുള്ള ഈ കാലഘട്ടത്തിൽ ഇത്ര സാങ്കേതിക മികവോടുകൂടി തന്നെ മിമിക്രി സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിലുപരി അമ്മയുടെ നെടുന്തൂണായിരുന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ചെന്നൊരു കാര്യം ചോദിക്കുമ്പോഴത്തേനും കുറച്ച് സമയം കൊടുക്കൂ, അദ്ദേഹത്തിന് ഉത്തരം പറയാനായിട്ട് സമയം കൊടുക്കൂ, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ സമയം കൊടുക്കൂ. അങ്ങനെയൊന്നും കൊടുക്കാതെ ഇങ്ങനൊന്നും നിൽക്കാനോ എടുക്കാനോ നിൽക്കല്ലേ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന് കേൾക്കാം ഇനി.
എന്ത് പറഞ്ഞു കേസെടുക്കാൻ പറഞ്ഞു. ഹലോ, പരാതിയിൽ പോലീസിൽ കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കോടതി. എന്തെങ്കിലും ഒരു പ്രതികരണം ഇല്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ഇങ്ങനെ ഒരു കേസ് വരുന്നതിന് മുമ്പ് അണ്ണന്റെ പ്രതികരണം എന്തുവായിരുന്നു? ആൾക്കാരെ ആക്ഷേപിച്ചുകൊണ്ട്, പരാതിക്കാരിയെ ആക്ഷേപിച്ചുകൊണ്ട്, ഓരോ കൂട്ടത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളെല്ലാം എൻ്റെ കൂടെ നിൽക്കില്ലെന്ന് ഒരു കൂട്ടത്തിൽ ഒരാൾ പോലും കൈപൊക്കിയില്ല. അതെല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് അഴിച്ചിട്ട് കാണിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ നിന്ന് ഈ രീതിയിലൊക്കെ പോയിട്ടും ഭയങ്കര വാദോരാതെ മീഡിയയ്ക്ക് മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ, അവരുടെ പ്രസ്ഥാനത്തിന്റെ കൂടെ മറ്റേ നമ്മുടെ റാംജി റായ് സ്പീക്കിങ്ങിൽ നടിയുണ്ടായിരുന്നു അല്ലേ? നടി വരെ വന്ന് ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് എന്തിനാണ് ഇങ്ങനൊരു കേസ് എടുത്തിട്ട് അതിനെതിരെ സംസാരിക്കാനും അണ്ണന് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ആരും വരാത്ത എന്താ? അങ്ങനെ വരാത്ത എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വരാത്ത എന്താണെന്നാണ് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അങ്ങനൊരു കാര്യം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരിയാണെന്നുള്ളത്. ശരി നിൽക്കുന്നുണ്ടോ അവിടെ ആൾക്കാർ എന്തായാലും കാണും. തെറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവർ തെറ്റ് ചെയ്തായിരിക്കും. പിന്നെ അവർക്കത് ടു ബി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ആ സാധനം കൈവിട്ട് പോകുന്നത്. ബാക്കി ഇനി അടുത്തൊരു കേസ് വരുവാട്ടെ. അതായത് ഇവരുടെ മകൻ വന്നൊരു ചീത്ത വിളിച്ചായിരുന്നല്ലോ ഒരു വീട്ടിൽ. അതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. നമ്മുടെ വീഡിയോയിൽ എടുത്ത് വെച്ച് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാമറ എടുത്തൊരു വ്യക്തി. അദ്ദേഹം ആ ഇഷ്യൂ എന്താണെന്നും അതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച സമയത്തും ഇതേ അൻസിബയ്ക്ക് ഉണ്ടായിട്ടുള്ള ഇതേ കാര്യം അന്ന് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ വീഡിയോക്കകത്തോടെ നമ്മൾ കാണിച്ചിട്ടുള്ള. ഇപ്പം അദ്ദേഹം ഒരു അടുത്ത വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം നല്ല രീതിയിൽ ടിൻടോൺ ചേട്ടനെ അവതരിപ്പിക്കും. ആ ഒരു ബോഡി ലാംഗ്വേജ്, സൗണ്ട് വിത്ത് ക്ലാരിറ്റി, അതൊക്കെയാണ് വേണ്ടത്. അങ്ങനെ വേണം. അങ്ങനെ ഈ കാര്യങ്ങൾ പറയുന്നതോട് നിങ്ങൾ കേൾക്കണം, അപ്പം വ്യക്തമാവും. ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊത്തിരി സന്തോഷമുണ്ട്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ലൊരു ശുഭവാർത്ത കേട്ടു. എന്തായാലും എല്ലാവർക്കും നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഒരു വിശ്വാസം വന്നു. ഇന്ന് ഒരു ഫൈനൽ ജഡ്ജ്മെൻ്റ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ പെൺകുട്ടി ഒറ്റയ്ക്ക് പോരാടി ഒരു വിജയത്തിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അൻസിബ എന്താ പറയുക, ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു പൊതുജനം എന്നുള്ള നിലയിൽ കൺഗ്രാജുലേഷൻ, ഓൾ ദ വെരി ബെസ്റ്റ്, കീപ് ഗോയിങ്, കീപ് മൂവിങ്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. എത്ര സമ്മർദ്ദങ്ങളുണ്ടായാലും വധഭീഷണി തന്നെ ഉണ്ടായാലും വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കും എനിക്കും തനിക്കും ഒന്നും, നമ്മളെപ്പോലുള്ളവർക്കൊന്നും കൂലിക്ക് എടുത്ത് ശീലമില്ല. ആരെയും കൂലിക്ക് എടുത്ത് ശീലമില്ല, ശരിയല്ലേ? കാരണം നമ്മൾ തന്നെയാണ് ഇറങ്ങുകയാണ്. നമ്മൾ വഴിക്കങ്ങടെ ഇറങ്ങുകയാണ്, നമ്മുടെ വഴിക്കങ്ങടെ ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് കൂലിക്ക് എടുത്തൊന്നും ശീലമില്ല. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഒന്നും കൂടി ബോധ്യമായിട്ടുണ്ട്. നിൻ്റെ അമ്മ കല്ലെടുത്തെറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നീ പണ്ട് നിൻ്റെ പേരിൽ ഇഷ്ടം പോലെ കേസുണ്ട്. നീ പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ പിള്ളേർ കോമ്പസ് കൊണ്ട് വരച്ചു എന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരൊക്കെ എൻ്റെ വീട്ടിലാണ് വന്നത്. ഞാൻ നിന്നെ അങ്ങനെ ചെയ്യും. ഈ പിള്ളേരൊക്കെ ചേട്ടൻ്റെ വീട്ടിൽ വരാനായിട്ട് ചേട്ടൻ ആരാ? വേളാങ്കണ്ണി മാതാവാ? അല്ലെങ്കിൽ ചേട്ടൻ്റെ വീട്ടിൽ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ട? ഈ പിള്ളേരൊക്കെ 2006 സംഭവിച്ചൊരു കാര്യം ഇപ്പം ചേട്ടൻ കുത്തിപ്പൊക്കേണ്ട കാര്യം എന്തായിരുന്നു? അല്ല, ഇപ്പം ചേട്ടൻ പറയേണ്ട ചേതോവികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ ചേട്ടൻ്റെ വീട്ടിൽ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടോ? ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അഴകിയ രാവണിൽ ഇവിടെ 100 രൂപ കൊടുക്കണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് മേടിക്കാനാണ് വന്നത്. എല്ലാ ദിവസവും കൊടുക്കണ്ടോ 100 രൂപ? അതോ ഇന്ന് മാത്രമേ ഉള്ളൂ? അല്ല, എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഡ്രസ്സ് പറഞ്ഞുതരാം, വീട്ടിൽ കൊടുത്താൽ ഇതുള്ള രീതിക്ക്. കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കൃപാസന മാതാവിൽ ഉടമ്പടി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. മാതാവിനായാലും പിതാവിനായാലും ന്യായം ആരുടെ ഭാഗത്താണോ അവർ എന്താ പറയുക നമ്മളെ അനുഗ്രഹിക്കും. ന്യായത്തിൻ്റെ ഭാഗത്ത്, ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ മാത്രം. ഓക്കെ. പിന്നെ ചേട്ടാ, ഈ കുറച്ച് ദിവസം മുന്നേ എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്ക് മുന്നേ എൻ്റെ വീഡിയോ വൈറലായി എന്നും പറഞ്ഞ് ചേട്ടൻ ഈ ആലുവ സ്റ്റേഷനിൽ വീണ്ടും കൊണ്ടുപോയി വാട്സാപ്പിൽ പരാതി അയച്ചു കൊടുത്തു. വാട്സാപ്പിൽ. അതിന് മുന്നേയും ചേട്ടൻ്റെ മോനെ അമൃതം പൊടിക്ക് എന്നാണ്ട് പിടിച്ചു എന്ന് ഇങ്ങനെ കേട്ടു. അമൃതം പൊടി കയ്യിൽ വെച്ചേനോ, അമൃതം പൊടിയോ പാലും വെള്ളമോ എന്നിട്ടാണ്
പട്ടി ബിസ്ക്കറ്റോ ഏതാണ്ട് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് ഹിൽ പാലസ് പോലീസ് പിടിച്ചു. എനിക്കറിയില്ല കേട്ടോ, ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല. ഈ മറ്റേ എന്താ പറയുക, പഞ്ചാബോ ടി ഡിയോ ബ്രൗൺ ഷുഗറോ നമുക്ക് അറിയാനും പാടില്ല ഇത് എന്തൊക്കെയാണെന്നുള്ളത്. ഏതാണ്ട് ഈ അർഗ പാർട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മളതൊന്നും യൂസ് ചെയ്യാറില്ല. ചേട്ടൻ്റെ മോൻ പറഞ്ഞ പോലെ ഞാൻ പ്രോട്ടീൻ പൗഡർ തന്നെയാണ് കഴിക്കണം. അത് ഇപ്പോഴും രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് ഇനി 10 മുട്ട കഴിക്കണം. അപ്പോൾ അത് എൻ്റെ സംസ്കാരമാണ്. ചേട്ടൻ്റെ മോൻ അമൃതം പൊടി അത് ചേട്ടൻ്റെ മോൻ്റെ സംസ്കാരമായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരെ വിളിക്കണ്ട, എന്നെ വിളിച്ചാൽ മതി. എന്തായാലും ചേട്ടാ, എനിക്ക് സേഫർ സൈഡായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റായിട്ടൊരു പരാതി ഓൺലൈൻ വഴി, ചേട്ടൻ പോലെ വാട്സപ്പിലൊന്നും അല്ല കേട്ടോ, ഞാൻ അത്ര ചീപ്പല്ല. കാരണം ഞാനല്ല ശമ്പളം കൊടുക്കുന്നത്, ഗവൺമെൻറ്റിന് ഞാനല്ല ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ത്രൂ പ്രോപ്പർ ചാനൽ ഞാൻ മെയിൽ വഴി ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് ഞാൻ അയച്ചിട്ടുണ്ട്. ദെൻ അപ്പോൾ അതിൻ്റേതായ അക്നോളജ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം അറിയില്ല ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ, ആ കുട്ടി എത്ര നാളെ ഓടി നടന്നിട്ടാണ് ഇപ്പോൾ ഇന്നൊരു ഇതായത്. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടി വന്നാൽ നമുക്ക് കോടതിയെ തന്നെ, ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ സമീപിച്ചാലേ പറ്റുള്ളൂ. കാരണം ചേട്ടൻ്റെ മോൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന വീഡിയോ ഞാൻ അയച്ചു കൊടുത്തത്, ആ തെളിവ് എൻ്റെ കയ്യിലുണ്ടേ. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാതെ കഞ്ചാവെന്ന് യൂസ് ചെയ്തെന്നും പറഞ്ഞ് എനിക്കെതിരെ കേസെടുക്കാൻ നോക്കി അല്ലേ. ആ പെങ്കൊച്ച് പല പോലീസ് സ്റ്റേഷനിൽ ഓടി നടന്നപ്പോൾ എന്താ പറയുക, കഴമ്പില്ലാന്ന്. ഇനി എന്താ വെട്ടിക്കൊല്ലണോ? ആ പെങ്കൊച്ചിനെ നിങ്ങൾ വെട്ടിക്കൊന്നാലേ നിങ്ങൾ കേസെടുക്കുകയുള്ളൂ. എനിക്കറിയില്ല ഈ ചേട്ടൻ എങ്ങനെയാണ് ചേട്ടാ ഇത്രയും ഇൻഫ്ലുവൻസ് കിട്ടിയത് ഈ പോലീസ് സ്റ്റേഷനിൽ? അതിനും വേണ്ടി പടത്തിലൊന്നും ചേട്ടൻ അഭിനയിച്ചിട്ടില്ലല്ലോ, ഒരു അവാർഡ് പോലും ചേട്ടന് കിട്ടിയില്ലല്ലോ. പിന്നെ ആരുടെയൊക്കെ സൗണ്ട് എടുത്താലും ചേട്ടൻ്റെ സൗണ്ട് തന്നെയാണ്, ആരെയൊക്കെ കോക്കറി കാണിച്ചാലും അത് ചേട്ടൻ്റെ കോക്കറി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് കൂടി ഒന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ളൊരു എന്താ പറയുക, ഹലീലിയോ ഹബീബിയോ എന്നിട്ടൊക്കെ പറയില്ലേ സിനിമയിൽ, അതേപോലെ ചേട്ടൻ എങ്ങനെയാണ് അതൊന്നും നമുക്ക് കൂടി ഒന്ന് പറഞ്ഞാൽ. അതിൽ ഈ അമ്മയുടെ കണക്കിൽ നിന്ന് ഇവർക്കും കൊടുക്കണുണ്ടോ കുറേശ്ശെ ആയിട്ട്? അപ്പോൾ കണക്ക് സീരിയസ്ലി ഞാനും ആലോചിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ഇത്ര ഹോൾഡ് വരാനും ഇപ്പോൾ ഫോൾഡ് മസ്താങ് ഓടിക്കുന്ന കാര്യവും തുടങ്ങിയ എന്നാ അധികം പറയുന്ന പടങ്ങളിൽ അഭിനയിച്ചിട്ടില്ല. ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇച്ചിരി നേരം വന്ന് അപ്പം പോകുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ചിരഞ്ജീവിക്ക് കിട്ടുന്ന പോലെയോ മോഹൻലാലിന് കിട്ടുന്നത് പോലെയോ രജനീകാന്തിന് കിട്ടുന്ന പോലെ പോട്ടെ, ഇച്ചിരിയും കൂടെ താഴോട്ടിറങ്ങട്ടെ. ആ ഉള്ള നടന്മാർക്ക് ആന്റണി പെപ്പെ ആണെങ്കിലോ ടൊവിനോ ആണെങ്കിലോ ഇവർക്കൊന്നും കിട്ടുന്ന പോലുള്ള ഒരു റെമ്യൂണറേഷൻ പോലും കിട്ടത്തില്ലായിരിക്കും. എന്നാൽ കാണിക്കുന്ന കോമഡിക്കോ അത്ര വലിയ നല്ല റേറ്റിങ്ങും ഇല്ല. ആൾക്കാരൊക്കെ എങ്ങനെ കണ്ടിരിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഇവിടെ ഫോണിൽ വന്നാൽ തന്നെ അപ്പോഴേ മാറ്റി വിടത്തേ ഉള്ളൂ. ടിനിറ്റോം കോക്കറി കാണിക്കുന്നതെന്നാണ് ഞാൻ അതിനെ പറയുന്നത്, അല്ലാതെ ടിനിറ്റോം മിമിക്രി കാണിക്കുന്നു പറയത്തില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ പൊക്കോണ്ടിരിക്കുന്നൊരു സാധനം അതൊക്കെ ഇത്രയും സാമ്പത്തികവും കാര്യങ്ങളും ഇത് കുടുംബപരമായിട്ടുണ്ടായതാണോ? എന്തായാലും കൊള്ളാം. ചിലപ്പോൾ അന്വേഷിക്കേണ്ടൊക്കെ ഇരിക്കും. ഇത്ര ഹോൾഡ് ആൾക്കാരിലേക്ക് വരാൻ, പോലീസ് സ്റ്റേഷൻ തന്നെ വിറപ്പിച്ച് പിടിച്ചു നടത്താനും തനിക്കെതിരെ എന്ത് ആരോപണങ്ങളും കേസുകൾ വന്നാലും അത് വഴിതിരിച്ച് അവരുടെ തലയിലേക്ക് വെക്കാൻ ഒരുപാട് അത് കൂട്ടം പോലീസുകാരെ വീണ്ടും കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പ്രയത്നവും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയും ആ ഹോൾഡും ആ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മിക്കവാറും എപ്സ്റ്റീൻ ഫയൽ പോലെ ടിങ് ടോം ഫയൽ ഓർമ്മ ഇറങ്ങും മിക്കവാറും. പുറത്തു വിട്ടാൻ്റെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ചേട്ടാ ഈ പടമൊന്നും ഇല്ല, റിയാലിറ്റി ഷോസിൽ നിന്ന് ഇത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ വണ്ടിയിലൊക്കെ പെട്രോൾ അടിക്കാൻ അപ്പോൾ ഇങ്ങനെ തന്നെയാണല്ലേ കാര്യങ്ങൾ. അല്ലാണ്ട് മൂത്രം ഒഴിച്ചാൽ മസ്താങ് ഓടുമോ? 5 ലിറ്റർ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് 5 ലിറ്റർ പെട്രോൾ വേണം ഇത് സ്റ്റാർട്ടാക്കണമെങ്കിൽ. അപ്പോൾ 5 ലിറ്റർ മൂത്രമൊന്നും എന്നെ കൊണ്ട് ഒഴിക്കാൻ പറ്റില്ല ചേട്ടാ. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2-3 ലിറ്റർ പിഴിഞ്ഞൊഴിക്കണം. പിന്നെ കഷ്ടം, അയ്യോ പാവം. പിന്നെ ചേട്ടാ ഈ എന്താ പറയുക, അപ്പോൾ എന്തായാലും ചേട്ടനപ്പോൾ ഇങ്ങനെയൊക്കെ ഒരാളായിരുന്നല്ലേ. പിന്നെ ഈ കഴിഞ്ഞ 20-ാം തീയതി പെരിയാർ ഹെർമിറ്റേജിൽ സർവേ നടത്താനായിട്ട് കുറച്ച് ടീമുകൾ വന്നു. ഈ കയ്യേറിയ സ്ഥലം എന്തൊക്കെയാണെന്ന് അളക്കാനും ഇതിനൊക്കെ ആയിട്ട് കുറച്ച് ടീമുകൾ, 2 ഉദ്യോഗസ്ഥന്മാർ വന്നു എന്നോ ചേട്ടൻ അവരെ വിളിച്ചിട്ട് അത് തടഞ്ഞു വയ്ക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഉള്ളത് ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞാണ്, കോമ്പൗണ്ടിന് പുറത്തുനിന്ന് അറിഞ്ഞാണ്. കാരണം കോമ്പൗണ്ടിലുള്ള ഒരു ചേട്ടനെ സ്തുതിപാടി നടക്കുകയല്ലേ. കാരണം ചേട്ടൻ വന്ന് കയറിയതിന് ശേഷം കോമ്പൗണ്ടിലുള്ള സകല ജമ്മാനും ചരിപ്പുത്തികളും ചില വിഭാഗക്കാർ സെലിബ്രിറ്റീസാണ്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോട്ടെ, കാരണം ഇനിയിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താണ് ചേട്ടൻ്റെ ഇത്രയും ഇൻഫ്ലുവൻസ് എന്താണ് പോലീസ് സ്റ്റേഷനിൽ ചേട്ടൻ്റെ ചെലുത്താൻ ഇങ്ങനെ എന്താണ് ചേട്ടൻ്റെ പവർ എന്താണ് നമുക്കൂടി ഒന്ന് പറഞ്ഞതാ. കാരണം 2 വട്ടം എൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ചു. ഒരു വട്ടം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി 4 മണിക്കുള്ളിൽ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ മോനെ അമൃതം പൊടി കയ്യിൽ വെച്ച് പിടിച്ചില്ലേ, അന്നേരമാണ്. അത് ഏത് മാസമാണ്, ഫെബ്രോ മാർച്ചോ കണ്ടാന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ.
പ്രൂഫൊക്കെ എൻ്റെ കയ്യിലുണ്ട്, വോയിസൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ എതിരെ വേറെ കുറേ തെളിവുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മോൻ അമൃതം പൊടി എവിടെ നിന്നാണ് വാങ്ങണ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതപ്പോൾ ഇനി ബന്ധപ്പെട്ടവർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ചേട്ടനറിയാലോ മോൻ എവിടെ നിന്നാണ് മേടിച്ചതെന്നൊക്കെ തന്നെ. അപ്പോൾ ചേട്ടൻ ഈ എല്ലാ സ്റ്റേഷനിലും ചേട്ടൻ ഇങ്ങനെ ഇതൊക്കെ കൊടുത്തു വയ്ക്കുമോ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. എൻ്റെ പൊന്നളിയാ, എന്താണ് ചേട്ടാ ഇതൊക്കെ ഇങ്ങനെ? ഭയങ്കര കഷ്ടമാണ്. ചേട്ടൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്കാണ് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ ചേട്ടൻ വീണ്ടും കാശ് കൊടുത്ത് മുതിരപ്പാടം കേസുകൾ പറയണ്ട, വേണ്ട, ഡോട്ടു ഒക്കെ അതിലോട്ടൊന്നും ഞാൻ പോണില്ല. അതൊക്കെ പോയി കഴിഞ്ഞാൽ ലോക തോൽവിയായി പോകും. മുതിരപ്പാടത്ത് ചേട്ടൻ പണ്ട് താമസിച്ചിരുന്നില്ലേ അവിടെ? അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടൊന്നും നമ്മൾ അതിനെപ്പറ്റി പറയല്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ പുറത്ത് വിട്ടാണ്ടല്ലോ ചേട്ടാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം ഇങ്ങനെയൊക്കെയാണ്, പടമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ജീവിക്കാം എന്നുള്ളത് എക്സിക്യൂട്ടീവിൽ കയറിയിട്ട് നല്ല ബേഷാതെ ഇതിങ്ങനെയാണല്ലോ, അല്ലേ മുട്ടടിക്കാലാ ബേഷ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി എൻ്റെ ഭാഗത്തുനിന്നൊരു വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ആ കുട്ടിക്ക് നീതി കിട്ടാനുള്ളത് കിട്ടി. ഇത്രയെങ്കിലും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം കുറേ നീതി കിട്ടിയിട്ടില്ല. നീതി കിട്ടാനായിട്ടുള്ള ഒരു വഴി എന്തായാലും തുറന്നു വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞല്ലോ അമൃതം പൊടി എടുത്തതിൻ്റെ കാര്യം, അമൃതം പൊടിയായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ തെളിവുകൾ മേടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള തുഫാനാണെങ്കിൽ നോക്കിയാൽ മതിയല്ലോ, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാമല്ലോ. ഈ നാട്ടിലുള്ളതല്ലേ, കേരളത്തിൽ തന്നെ അല്ലേ. തൂഫാൻ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിലേക്ക് എടുക്കുമെന്ന് പറയുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും അതേ ട്രാക്ക് തന്നെ പിന്തുടർന്ന്, അതായത് രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന് അതേ ട്രാക്ക് തന്നെ പിന്തുടർന്ന് ഇന്ത്യ തലത്തിൽ തന്നെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാകും എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തേക്കും നിങ്ങൾ ഈ സെലിബ്രിറ്റി അച്ഛൻ മറ്റേ ആനപ്പുറത്തിരുന്നത് കൊണ്ട് മകൻ്റെ കുണ്ടിയിൽ തഴമ്പുണ്ടോ ആ രീതിയിലൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിനകത്ത്? ഇല്ല. അപ്പം പിന്നെ ഈ സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടായിരുന്നു, നമുക്ക് ഫീൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. സ്വന്തം അച്ഛനും അമ്മയും ഇങ്ങനൊരു വീട്ടിന് ഫ്രണ്ടിൽ വന്ന് ചീത്ത വിളിച്ചിട്ട് ആ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ട് അതിനൊരു കേസ് കൊടുത്തിട്ട് ഇയാളുടെ പേര് അടുത്ത കേസ് വന്നേക്കുന്നു, അല്ല ഇയാൾക്കെതിരെ കേസ് കൊടുക്കുന്നു, ഇയാളെ ഡിപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും 2 വട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തുകയും ഇയാളെ വിളിച്ചിരുത്തുകയും എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ മകനും അച്ഛനോട് വന്നിട്ട് അവിടെ ഒരു ഷോ ഓഫ് കാണിച്ചിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ വയ്ക്കുമ്പോഴത്തേന് രണ്ട് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാറ്, അത് അങ്ങ് കണ്ടുകൊണ്ടിരുന്നത്. അത് നമ്മൾ കിടക്കിടക്ക് സംസാരിക്കില്ലായിരുന്നല്ലോ സത്യം പറഞ്ഞാൽ. നല്ല രീതിയിൽ അയാൾ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. മേ ബി ഇനി ആൾക്കാർ ടിങ് ടോം ചേട്ടൻ്റെ പേരിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനൊരു സാധനത്തിനൊരു പിടി വീണല്ലോ. അൻസിബ എന്തായാലും അത് മുന്നോട്ട് തന്നെ എടുത്ത് മുന്നോട്ട് തന്നെ പോയി, അതിനൊരു വ്യക്തമായ ഒരു കാര്യങ്ങൾ കിട്ടി, അതിനൊരു ഇതായി. ഇനി അത് അന്വേഷിക്കണം. ഇനി അന്വേഷണം വരുമല്ലോ. ഈ അന്വേഷണം വരുമ്പോഴത്തേക്കും ഇവർ പറഞ്ഞിട്ടുള്ള മറ്റേ CCTVയോ ഈ ചോദ്യം ചെയ്യാനൊക്കെ ആൾക്കാരെ വിളിക്കുമല്ലോ. അപ്പോഴൊക്കെ നമ്മുടെ LP ചേച്ചിയും എല്ലാവരും പല കാര്യങ്ങൾക്ക് ഇതിനായിട്ട് കയറി വരുമെന്നാണ് നമുക്കിനി കണ്ടറിയാം എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്. അപ്പം